അസ്സലാമലൈക്കും. എല്ലാവർക്കും യന്മിയിലേക്ക് സ്വാഗതം. സ്കൂളൊക്കെ തുറക്കാറായല്ലോ. എല്ലാവരും ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ഉമ്മയും മമ്മൂസും കൂടിയാണ് പോയത്. ഞങ്ങളൊരു ഊബർ ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 3:15 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. മമ്മൂസിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഉറക്കം തൂങ്ങിയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഉറക്കം വരുന്നുണ്ടായിരുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയപ്പോൾ സ്കൂൾ മാർട്ട് കണ്ടായിരുന്നു. ആദ്യം അവിടെ കയറാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ ലുലുവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. എടപ്പള്ളിയിലുള്ള ലുലുവിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ കുറേ ഓഫറിൻ്റെ സംഭവങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ സ്കൂളിലേക്ക് വേണ്ട സംഭവങ്ങളെല്ലാം പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്തവണ ബാഗൊന്നും വാങ്ങിക്കണില്ലാത്തതുകൊണ്ട് തന്നെ ബാഗ് അധികമൊന്നും നോക്കിയില്ല. എന്നാലും കളക്ഷനൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. കുഞ്ഞു പിള്ളേരുടെ ബാഗൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ഈ ബ്ലൂ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മമ്മൂസിന് വേണ്ടി വാങ്ങിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് വെറുതെ. ആ ബ്ലൂ ബാഗൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെറുതെ ബാഗൊക്കെ കുറച്ച് നേരം അങ്ങോട്ട് നടന്ന് ഓഫർ പ്രൈസൊക്കെ നോക്കി നടന്നു. എല്ലാത്തിനും ഒരു 1000 എബോവ് ആണ് പ്രൈസ് ഉണ്ടായിരുന്നത്. അവിടെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ ഇങ്ങനത്തെ ലഞ്ച് ബോക്സ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് നല്ല വലിയ ലഞ്ച് ബോക്സ് ആണ് ഉള്ളതെല്ലാം. പക്ഷേ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ സ്പേസ് ഭയങ്കര കുറവാണ്. ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറിലായിരുന്നു ആദ്യം ചെന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എസ്കലേറ്റർ ഇറങ്ങി താഴെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ട്രോളിയൊക്കെ എടുത്തിട്ടുണ്ട്. മമ്മൂസാണെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ഒരു ഇതിലിരിക്കുകയാണ്. അവന് ട്രോളിയിലൊക്കെ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. മമ്മൂസ് കുറേ നേരമൊന്നും അതിലിരിക്കില്ല. അവന് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതായിട്ട് വരും. ഇപ്പോൾ ഉറക്കപ്പിച്ചിൻ്റെ ഇതുള്ളതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സോപ്പിൻ്റെയൊക്കെ സെക്ഷനാണ്. അവിടെ നിന്നൊന്നും ഞങ്ങളൊന്നും വാങ്ങിക്കാനില്ല. അതുകൊണ്ട് തന്നെ വെറുതെ നോക്കി നോക്കി പോവാണ്. ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനവിടെ കണ്ടീഷണർ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. പിന്നെ മോയ്സ്ചറൈസറിൻ്റെ ഒക്കെ സെക്ഷനിലെത്തി. ഞാനൊരു ചെറുത് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഏതോ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. എല്ലാത്തിൻ്റെയും റേറ്റൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. പോൺസിൻ്റെയും ഡവിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. പോൺസിൻ്റെയാണ് ഞാൻ എടുത്തത്. എല്ലാം എടുത്ത് കുറേയൊക്കെ വായിച്ച് നോക്കിയിട്ടൊക്കെയാണ് എല്ലാം എടുക്കുള്ളൂ. പിന്നെ അവിടെ നിന്ന് പിന്നെ ഒരു പാഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റേഷനറി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഫസ്റ്റ് തന്നെ ഒരു അപ്സര പെൻസിലാണ് കണ്ണിപ്പെട്ടത്. അതിനൊരു 100 രൂപയായിരുന്നു. പിന്നെ അവിടെ സ്കെയില്, പെൻസില്, പെൻ, അങ്ങനത്തെ മാർക്കർ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള പെന്നാണ്. ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫാൻസി ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങിയില്ല. ഈ പേനൊക്കെ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നവിടെ. പിന്നെ എനിക്ക് ഒരു പാക്കറ്റ് പെൻ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെന്ന് നോക്കാണ്. തുറന്ന് എഴുതി നോക്കാനുള്ളതില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും എഴുതി നോക്കിയില്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പെൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് 799 അങ്ങനെ എന്തോ ആണ് റേറ്റ്. അതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ വെച്ചു. അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു പാക്കറ്റ് പെൻ അവിടെ നിന്ന് എടുത്തു. വേറൊന്നും അവിടെ നിന്ന് പ്രത്യേകിച്ച് സ്റ്റേഷനറി ഒന്നും എടുത്തില്ല. പിന്നെ ഈ ഒരു മണി ബോക്സ് അവിടെ കണ്ടു. അതിൻ്റെ അവിടെ പൊട്ടിയിരിക്കാന്ന് തോന്നുന്നു. അതിനൊരു 250 എന്തോ ആണ് റേറ്റ് വരുന്നത്. പിന്നെ അടിയിലൊരു മണി ബോക്സ് ഉണ്ട്. ഇതിന് ലോക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള ബോക്സാണത്. പിന്നെ ബുക്കും കളർ പേപ്പേഴ്സും അതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. ഞാനിപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് റേറ്റ് ഒക്കെ നോക്കുന്ന പോലെ മമ്മൂസും അവിടെ നിന്ന് എല്ലാ ബുക്കൊക്കെ എടുത്ത് റേറ്റ് നോക്കുകയാണ്. അവൻ ട്രോളിയിൽ നിന്ന് ഇറങ്ങാനുള്ള ഇതിലാണ് ഇരിക്കുന്നത്. എല്ലാ ബുക്കും അവിടെ നിന്ന് വാരി ബാസ്ക്കറ്റിലേക്ക് ഇടുന്നുണ്ടായിരുന്നു അവൻ. നല്ല തിരക്കായതുകൊണ്ട് തന്നെ ട്രോളി പുഷ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ ബാക്ക് ടു സ്കൂളിൻ്റെ സമയമായതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ കളർ പെൻസിൽ നോക്കി. പിന്നെ കുറച്ച് സ്റ്റോറി ബുക്കും കളറിംഗ് ബുക്കൊക്കെ നോക്കി. അതിൽ അവന് എന്തെങ്കിലും കളറിംഗ് ബുക്ക് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ എല്ലാം കുറേ നേരം ഞങ്ങൾ എന്തായാലും ടൈമുണ്ട്. അപ്പോൾ കുറേ നേരം പതുക്കെ സമയം എടുത്ത് തന്നെ എല്ലാം നോക്കുന്നുണ്ട്. എനിക്കിതൊക്കെ കണ്ടപ്പോൾ മറ്റേ കളിക്കൊടുക്കേൻ്റെ ഇതൊക്കെ ഓർമ്മ വന്നു. ഞാൻ പണ്ട് കളിക്കൊടുക്ക ഫാനായിരുന്നു.
പിന്നെ പൗച്ചിൻ്റെ ഏരിയയിൽ വന്നു. ഞാൻ പൗച്ച് കഴിഞ്ഞ തവണ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത്തവണ പൗച്ച് ഒന്നും വാങ്ങിയില്ല. പിന്നെ ലഞ്ച് ബോക്സ് എല്ലാം ഉണ്ട്, കുറച്ചൊക്കെ റേറ്റ് കുറവുണ്ട്. എനിക്കെന്നാലും അങ്ങനെ ലഞ്ച് ബോക്സ് ഒന്നും അധികം ഇഷ്ടപ്പെട്ടില്ല, കാരണം എല്ലാം ഇങ്ങനത്തെ ക്ലിപ്പ് മോഡൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. അത് കുറേയൊക്കെ തന്നെ അവിടെ ഡാമേജ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ലഞ്ച് ബോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ റേറ്റ് എന്തോ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. അങ്ങനെ കുറേ നേരം ലഞ്ച് ബോക്സ് ഒക്കെ നോക്കി. എല്ലാ ലഞ്ച് ബോക്സ് ഈ ക്ലിപ്പ് മോഡൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവും. എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് തന്നെ ചിലപ്പോഴേ ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. കുറേ നേരം ലഞ്ച് ബോക്സ് ഒക്കെ നോക്കി നിന്നു. അപ്പം മമ്മൂസിന് ട്രോളിയിലിരുന്ന് മതിയായി എൻ്റെ മേത്തേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് ചില ഓഫേഴ്സൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറേ ലഞ്ച് ബോക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. മിക്ക ലഞ്ച് ബോക്സ് ഇങ്ങനെ വലുതാണ്. ഞാൻ ബാഗിൽ വെച്ചിട്ടാണ് ലഞ്ച് ബോക്സ് കൊണ്ടുപോകാറ്, അല്ലാതെ ലഞ്ച് ബാഗൊന്നും കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് തന്നെ ചെറുതാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുടയൊക്കെ ഉമ്മി നോക്കുന്നുണ്ടായിരുന്നു. ഒരു ട്രാൻസ്പെറൻറ്റ് കുട കണ്ടു, അതങ്ങനെ നിവർത്തിയൊക്കെ നോക്കി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ ട്രാൻസ്പെറൻറ്റ് കുട നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനിലെത്തി. ഈ കുപ്പി നല്ല ഇതായിട്ട് തോന്നി. ഇതൊരു ഫ്ലാസ്ക് ആണ്, അപ്പോൾ ഇതിൻ്റെ അടപ്പ് തന്നെ ഒരു കപ്പിൻ്റെ മോഡലിൽ. പിന്നെ അവിടെ കുറേ വാട്ടർ ബോട്ടിലിൻ്റെ കളക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ കുപ്പിയാണ് നോക്കിയത്, കാരണം ഞാൻ അധികം വെള്ളമൊന്നും കുടിക്കാറില്ല. അപ്പോൾ എനിക്കൊരു ചെറിയ കുപ്പി മതി, പിന്നെ വേണമെങ്കിൽ സ്കൂളിൽ നിന്ന് റീഫിൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ കുപ്പിയാണ് നോക്കിയത്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് സെഷനിൽ എത്തിയപ്പോഴാണ് ബാക്ക് ടു സ്കൂളിൻ്റെ എൻട്രൻസ് കണ്ടത്. പിന്നെ അവിടെ കുറേ ഓഫറിൽ പൗച്ചസും നെയിം സ്ലിപ്പും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ബാഗും ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലും കുറേ ബാഗും വാട്ടർ ബോട്ടിലും അതെല്ലാം ഉണ്ട്. പിന്നെ പുറത്തും ബാഗും അങ്ങനെ സ്കൂൾ സപ്ലൈസ് എല്ലാ സ്ഥലത്തും ഉണ്ട്. എന്തായാലും ഭയങ്കര തിരക്കാണ് എല്ലാ സ്ഥലത്തും. അങ്ങനെ നെയിം സ്ലിപ്പ് നോക്കുകയാണ്. ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള നെയിം സ്ലിപ്പാണ് നോക്കിയത്, പക്ഷെ എനിക്കതവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ കുറേ കിറ്റ്, ബാക്ക് ടു സ്കൂളിൻ്റെ കിറ്റൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വെറുതെ ഒന്ന് നോക്കി, അതൊന്നും വാങ്ങിയില്ല, എന്നാലും വെറുതെ എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ബോട്ടിലുണ്ട്. ഈ ബോട്ടിൽ വെറും 49 റുപ്പീസേ ഉള്ളത്, ഓഫർ പ്രൈസിൽ കിടക്കുകയാണ്. 49 റുപ്പീസിന് പോകത്താന്ന് തോന്നുന്നു. പിന്നെ ഈ കുപ്പി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ചെറിയ കുപ്പിയാണ്, എനിക്ക് ഇങ്ങനത്തെ ചെറിയ കുപ്പികളാണ് ഇഷ്ടം. പിന്നെ ഇതുപോലത്തെ കിറ്റുകൾ ഉണ്ടായിരുന്നു, കുട്ടികളുടെ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും എല്ലാം വരുന്നത്. പിന്നെ അവിടെ സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സും കുറേ ഉണ്ടായിരുന്നു. അവിടെ കുറേ പീസെല്ലാം ഡാമേജ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ക്ലിപ്പ് മോഡലുള്ളതൊന്നും എടുത്തില്ല. പിന്നെയും പൗച്ചിൻ്റെ സെക്ഷനിൽ തന്നെ വന്നിട്ടുണ്ട്. നോക്കിയത് തന്നെ പിന്നെ നോക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു മാർക്കർ എടുത്തിട്ടുണ്ടായിരുന്നു, അത് മാർക്കർ എടുക്കാൻ വന്നപ്പോഴാണ് ഞാനത് കണ്ടത്. പിന്നെ അവിടുന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ക്ഷീണിച്ച് നല്ല വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പേസ്ട്രീസിനൊക്കെ നല്ല റേറ്റ് കുറവാണ്. എനിക്കാണെങ്കിൽ ആ ടൈമിൽ മധുരം കഴിക്കാൻ അത്ര തോന്നിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഡോണറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല ക്യൂ ഉണ്ടായിരുന്നു, ബില്ലടിക്കുന്ന സ്ഥലത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ വാങ്ങിയതെല്ലാം അവിടെ തന്നെ കൊടുത്തിട്ട് കഴിക്കാനുള്ളത് മാത്രം ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൊണ്ട് ഞങ്ങൾ മുകളിൽ വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെയും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഫാൻ്റെ പൊട്ടിച്ച് കുടിക്കുകയാണ്, നല്ല ദാഹിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു 3:45 4 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 7 മണിയായപ്പോഴാണ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ലുലുവിൽ എപ്പോൾ വന്നാലും വാങ്ങിക്കുന്ന ഗ്രേപ്പ് ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ക്വാർട്ടർ ബ്രോസ്റ്റഡാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഉമ്മി ഒരു എഗ് പപ്സും വാങ്ങി. ഫാൻ്റെയും എഗ് പപ്സും ചിക്കനും ഒക്കെ തിന്നുകൊണ്ട് മുകളിൽ കുറേ നേരം റെസ്റ്റ് ചെയ്തു, കാരണം നടന്ന് കാല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം മുകളിൽ വെറുതെ ഇരുന്നു. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ കഴിക്കുകയാണ്, അവനും കൊടുത്തു.
പിന്നെ ഫണ്ടിയൂറയിലേക്ക് വന്നു. അവനൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫണ്ടിയൂറയിൽ വന്നു. മമ്മഡൂസിനാണെങ്കിൽ കാറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കയറിയാൽ പിന്നെ ഇറങ്ങേയില്ല. അങ്ങനെ കുറേ കാറിലൊക്കെ കയറിയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ബെൽജിയൻ വാഫിൾസിൻ്റെ ഇത് കണ്ടു. അപ്പോൾ എനിക്കാണെങ്കിൽ വാഫിൾസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ നിന്നൊരു വാഫിളും വാങ്ങി പാഴ്സൽ ചെയ്തു. പിന്നെ ലുലു ഫാഷൻ സ്റ്റോറിലേക്കാണ് വന്നത്. ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ അതും എടുത്ത് ഞങ്ങൾ ഒരു 8:30 ആയപ്പോൾ ലുലുന്ന് ഇറങ്ങി. അപ്പോൾ പുറത്ത് അവിടെ ഫണ്ടിയൂറ ലിറ്റിൽ സ്റ്റാറിൻ്റെ എന്തോ ഓഡീഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലുമിനാട്ടി. അപ്പോൾ അവൻ അവിടെ നിന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു പുറത്തിറങ്ങിയിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഓട്ടോറിക്ഷയ്ക്കാണ് വരുന്നത്. ഊബർ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊബർ ഓട്ടോയിൽ ഞങ്ങൾ മൗലവി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനറി ഷോപ്പിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം 8:41 ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മൗലവിയിലേക്കാണ് പോകുന്നത്. അവിടെ മുതലുള്ള വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം.